ഹലോ, ഡു ഇറ്റ് സുമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് എങ്ങനെ വീട്ടിൽ പനീർ ഉണ്ടാക്കാം എന്നുള്ളതാണ്. മാത്രമല്ല വീട്ടിലുണ്ടാക്കിയ പനീർ എങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്യാന്നുള്ളത് കൂടിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പാക്കറ്റ് പാലാണ്. നിങ്ങൾക്ക് ഏത് പാല് വേണമെങ്കിലും എടുക്കാം, ഫുൾ ക്രീം അല്ലാത്തതൊക്കെ. ഞാനിവിടെ നോർമൽ പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത്. പാൽ തിളയ്ക്കുന്ന സമയം കൊണ്ട് നിങ്ങൾ നാരങ്ങ നീര് പിഴിഞ്ഞെടുത്ത് വയ്ക്കുക. ഞാൻ 1.5 നാരങ്ങ മുറിച്ച നീരാണിത്. അതിൻ്റെ കൂടെ 3-4 ടേബിൾ സ്പൂൺ ഞാൻ വെള്ളവും ചേർത്ത് മിക്സ് ആക്കിയിട്ടുണ്ട്. കളഞ്ഞ നാരങ്ങ നീരാണിത്. അപ്പോൾ പാല് വേഗം തിളയ്ക്കാനായിട്ട് അടച്ചു വെച്ച് തിളപ്പിക്കുക. ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ പാല് തിളച്ച് പോകും. ഞാനിവിടെ അടച്ചു വെച്ചിട്ടാണ് തിളപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ പാല് തിളയ്ക്കാറായിട്ടുണ്ട്. പാൽ തിളയ്ക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ഇളക്കി കൊടുക്കുക, അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാൽ തിളച്ച് വരുമ്പോൾ നിങ്ങൾ ലോയിലേക്ക് ആക്കണം ഫ്ലെയിം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് തിളപ്പിക്കുക. ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം കുറച്ചായിട്ട് നിങ്ങൾ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. എത്ര വേണ്ടതെന്നുള്ളതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരേ രീതിയിൽ ഇളക്കുക. അധികം പൊട്ടിപ്പോവാതെ പനീർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരേ സൈഡിൽ ഇളക്കുക. ഇതാ പാല് പിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചായിട്ട് പനീർ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് നേരം നിങ്ങളിങ്ങനെ മെല്ലെ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നാലേ പനീർ മുഴുവനായിട്ട് കിട്ടൂ. അഥവാ നന്നായിട്ട് കിട്ടണില്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നാരങ്ങ നീര് വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിക്കാം. പാലിൻ്റെ ആ കളർ മാറിയിട്ട് ഒരു ലൈറ്റ് കളർ ആവണം. ഇപ്പോൾ പനീർ നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടോ? പനീർ കാണാൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ 2-3 മിനിറ്റ് നല്ലോണം ഇളക്കി കൊടുക്കണം നമ്മൾ, എന്നാലേ പനീർ കറക്റ്റായിട്ട് വരുള്ളൂ. ഒരേ സൈഡിലൂടെ തന്നെ ഇളക്കുക, അല്ലെങ്കിൽ പിന്നെ ചെറിയ പൊടി പോലെ ആയിപ്പോവും പനീർ. ഇത് കണ്ടോ? ഇതുപോലെ ആവണം പനീർ. ഇതുപോലെ സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഒരു പാത്രത്തിൽ ഇത് അരിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു കോട്ടൺ അല്ലെങ്കിൽ ഒരു മസ്ലിൻ ക്ലോത്ത്, ഞാനൊരു മസ്ലിൻ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ക്ലീൻ ആയിട്ടുള്ള ഒരു മസ്ലിൻ ക്ലോത്ത് എടുക്കുക. കഴുകി ഉണക്കിയെടുത്ത ഒരു ക്ലോത്താണിത്. ഞാൻ പനീറിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്ലോത്താണിത്. അപ്പോൾ അതിലേക്ക് പനീർ മെല്ലെ മാറ്റിയെടുക്കുക. ഇനി ഇതിലത്തെ വെള്ളം മുഴുവനും നന്നായിട്ട് പിഴിഞ്ഞ് കളയുക. നല്ല ചൂടുണ്ടാവും, ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. മെല്ലെ ഒന്ന് പിടിച്ച് തിരിച്ചിട്ട് അതിലത്തെ വെള്ളം കുറച്ചായിട്ട് കളയുക. കുറച്ചായിട്ട് വെള്ളം കളയുക. തിരിച്ച് മെല്ലെ പിടിക്കുക. ചൂടുണ്ടാവും. മുകൾ ഭാഗത്ത് പിടിച്ച് മെല്ലെ തിരിച്ചിട്ട് പറ്റുന്ന അത്രയും വെള്ളം കളയുക. ഇനി കുറച്ച് നല്ല തണുത്ത വെള്ളം എടുത്തിട്ട് അതിലൊരു 3-4 പ്രാവശ്യം കഴുകിയെടുക്കുക ഈ പനീർ. അത് നാരങ്ങയുടെ പുളിരസം മാറാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് പുളിയുള്ള പനീറാണ് വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ പുളിയില്ലാത്ത പനീറാണ് യൂസ് ചെയ്യാറ്. അത് കാരണം ഞാൻ കഴുകിയെടുക്കാറുണ്ട്. കുറച്ച് നല്ലോണം ഡിപ്പ് ചെയ്തിട്ട് 2-3 പ്രാവശ്യം കഴുകിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ വെള്ളം പിഴിഞ്ഞ് കളയുക. ഇനി നിങ്ങളൊരു പ്ലേറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഒരു സ്ട്രെയിനർ എടുക്കുക. എൻ്റെ അടുത്ത് സ്ട്രെയിനറില്ല, അപ്പോൾ ഞാൻ പ്ലേറ്റാണ് യൂസ് ചെയ്യണത്. അതിൽ നിങ്ങൾ വെള്ളം കളഞ്ഞ് പിഴിഞ്ഞ് വെച്ച ആ പനീർ നന്നായിട്ടൊന്ന് അമർത്തി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലൊരു വെയിറ്റ് വെക്കണം. ഞാനിവിടെ ചപ്പാത്തി കല്ലാണ് യൂസ് ചെയ്യണത്, മാർബിളിൻ്റെ.
അതിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ അമർത്തിയിട്ട് ഒന്ന് വെക്കണം. കുറച്ച് സ്ലാൻഡായിട്ട് വെക്കണം. ഞാനിപ്പോൾ ഇതാ പ്ലേറ്റ് കുറച്ച് മുകളിലാക്കിയിട്ട് കുറച്ച് സ്ലാൻഡായിട്ടാണ് വെച്ചേക്കണേ. അപ്പോൾ ആ വെള്ളമൊക്കെ സൈഡിലേക്ക് പോയിക്കോളും. കണ്ടില്ലേ വെള്ളം ഇപ്പോൾ പോകുന്നത് കാണാം നിങ്ങൾക്ക്. അപ്പോൾ കുറച്ച് സ്ലാൻഡാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം പോകാൻ എളുപ്പമാവും. അപ്പോൾ ഇത് ഒരു 1-1.5 മണിക്കൂർ സമയം നമുക്കിങ്ങനെ വയ്ക്കാം. അതിന് ശേഷം നോക്കാം. പിന്നെ ഈ ഒരു പനീറിൻ്റെ വെള്ളം നിങ്ങൾ കളയാണ്ട് നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ചപ്പാത്തി പൂരിയൊക്കെ കുഴയ്ക്കണമെന്ന് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ചപ്പാത്തി മാവ് കുഴയ്ക്കാനൊക്കെ നല്ല സോഫ്റ്റായിട്ട് നമ്മൾക്ക് ചപ്പാത്തി കിട്ടും. ഇപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നോക്കാം പനീർ റെഡി ആയത്. കണ്ടോ വെള്ളം, പനീറിൻ്റെ വെള്ളം മെല്ലെ തുറന്നെടുക്കുക. നല്ല സോഫ്റ്റായിട്ടുള്ള പനീർ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടുള്ള പനീറാണ് നമുക്ക് കിട്ടിയേക്കണേ. പ്രിസർവേറ്റീവ്സും ഒന്നും യൂസ് ചെയ്യാത്ത നല്ല സോഫ്റ്റായിട്ടുള്ള പനീർ. ഏകദേശം ഒരു 200 ഗ്രാമിൻ്റെ അടുത്തുണ്ടാവും. നമ്മൾ ഒരു പാക്കറ്റ് പനീർ പുറത്തുനിന്ന് വാങ്ങണ അത്രയും ഉണ്ടാവും ഇതും. ഒരു ടൈം ഉണ്ടാക്കാനുള്ളത് പനീർ കിട്ടും നമ്മൾക്ക് ഇതിന്ന്. ഏകദേശം എനിക്ക് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ കിട്ടുന്ന അത്രയും ക്വാണ്ടിറ്റിയാണ് എനിക്ക് തോന്നാറ് 1 ലിറ്റർ പാലിന്. കണ്ടില്ലേ, സോഫ്റ്റായിട്ടുള്ള പനീറാണ്. വീട്ടിൽ തന്നെ സോഫ്റ്റായിട്ട് ഈസി ആയിട്ട് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഈ പനീർ. പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. അധികം സമയമൊന്നും വേണ്ട. പാൽ തിളപ്പിക്കുക, അതിൽ നാരങ്ങ നീരൊഴിക്കുക, ഇതൊന്ന് കഴുകിയിട്ടൊന്ന് എടുത്ത് വയ്ക്കുക. 1.5 മണിക്കൂറിൽ പനീർ റെഡി. കണ്ടില്ലേ, സോഫ്റ്റായിട്ട് മുറിക്കാൻ പറ്റണം. പുറത്തുനിന്ന് വാങ്ങുന്ന പനീർ ഇത്രയും സോഫ്റ്റ്നെസ് എനിക്ക് തോന്നാറില്ല. വീട്ടിലുണ്ടാക്കുന്നതാണ് ടേസ്റ്റും സോഫ്റ്റ്നെസ്സും കൂടുതൽ. മുറിച്ച് കഷ്ണമാക്കിയിട്ട് കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്. ഇത് കണ്ടില്ലേ, സോഫ്റ്റായിട്ടുള്ള പനീർ ക്യൂബ്സ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പനീർ. കാണാൻ പറ്റുന്നില്ലേ സോഫ്റ്റ്നെസ്? പുറത്തുനിന്ന് വാങ്ങുന്ന പനീറിന് ഇത്ര സോഫ്റ്റ്നെസ് എനിക്ക് തോന്നാറില്ല. നല്ല സോഫ്റ്റായിട്ടുള്ളതാണ് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന പനീർ. അപ്പം ഈ പനീർ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏതെങ്കിലും ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ഡബ്ബ എടുത്തിട്ട് അതിൽ പനീറൊക്കെ ഇടാം. നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു വയ്ക്കാൻ പറ്റുന്ന പാത്രം വേണം യൂസ് ചെയ്യാൻ. എന്നിട്ട് അതിൽ വെള്ളം ഒഴിച്ച് വയ്ക്കുക. പനീറിൻ്റെ മുകൾ ഭാഗം എത്തണ വരെ അത്രയും പനീർ മുങ്ങിക്കിടക്കാൻ പറ്റുന്ന അത്രയും വെള്ളം ഒഴിച്ച് വെക്കണം. പിന്നെ നിങ്ങൾ 2-3 ദിവസത്തേക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓരോ ദിവസവും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇതിൻ്റെ വെള്ളം ചേഞ്ച് ചെയ്തിട്ട് തിരിച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക. എല്ലാ ദിവസവും ഇത് ചെയ്യണം. ഫ്രിഡ്ജിൽ അടച്ചിട്ട് നമ്മൾക്ക് ഫ്രിഡ്ജിൽ യൂസ് ചെയ്യാം. എത്ര ദിവസം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും അതിൻ്റെ വെള്ളം ചേഞ്ച് ചെയ്യണം. ഞാൻ മോസ്റ്റ്ലി 1-2 ദിവസം കൊണ്ട് യൂസ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് 3-4 ദിവസം വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും വെള്ളം ചേഞ്ച് ചെയ്യുക ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബാഗിൽ നിങ്ങൾക്ക് ഫ്രീസറിലും യൂസ് ചെയ്യാം. ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് സിപ്പ് ലോക്ക് ആയിട്ടുള്ള ബാഗിൽ നിങ്ങൾക്ക് ഫ്രീസറിൽ യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക വീട്ടിൽ പനീർ ഉണ്ടാക്കാൻ. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.